ഈ ഒരു ഫ്രീ എക്സിറ്റ് ഓൾ ഇന്ത്യയിൽ മാത്രമാണുള്ളത്. കേരളത്തിൽ ഇത് പോസിബിൾ അല്ല. ഒരിക്കലും റൗണ്ട് 2-ൽ പുതിയ ഓപ്ഷൻസ് ആഡ് ചെയ്ത് കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. ഓൾ ഇന്ത്യയിൽ മാക്സിമം ഓപ്ഷൻസ് കൊടുക്കുക, എന്നാൽ കേരളയിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കോഴ്സുകൾ മാത്രം കൊടുക്കുക. കാരണം ഈ ഫ്രീ എക്സിറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ്. ഹായ് എവരിവൺ, ദിസ് ഇസ് ANJ. സോ ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിൻ്റെ രജിസ്ട്രേഷനും ചോയ്സ് ഫില്ലിങ്ങിലും ഒക്കെ റെഡിയായി നിൽക്കുകയാണ്. നമ്മുടെ കേരളയുടെ അലോട്ട്മെൻറ്റിനാണ് ഇനി സെക്കൻഡ്സ് ആയിട്ട് വെയിറ്റ് ചെയ്യുന്നത്. അതിന് നമ്മൾ റിസൾട്ടൊക്കെ അപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. ഇനി കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് വരണം. അതിൻ്റെ ബേസിലായിരിക്കും സ്റ്റേറ്റ് കൗൺസിലിംഗ്, കേരളത്തിൻ്റെ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് നടക്കുക. അപ്പോൾ ഇവർ തമ്മിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് ചോയ്സ് ഫില്ലിങ്ങും കാര്യങ്ങളുമൊക്കെ. അത് മനസ്സിലാക്കാതെ ഒരിക്കലും നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കരുത്. ചോയ്സ് ഫില്ലിംഗ് എന്താ? എഞ്ചിനീയറിങ്ങിൻ്റെ ഒക്കെ കേസിൽ നമ്മൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്നാ പറയുക. നമുക്ക് വേണ്ട കോളേജും കോഴ്സും സെലക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സ്. അതേപോലെയാണ് ഇവിടെ ചോയ്സ് ഫില്ലിംഗ് എന്നാണ് പറയുക. നമുക്ക് വേണ്ട ചോയ്സുകൾ നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ ഇവർ തമ്മിലുള്ള വ്യത്യാസങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് വളരെ വലിയ ബുദ്ധിമുട്ടുകൾ തന്നെ ഉണ്ടാകും. ആ വ്യത്യാസങ്ങൾ വളരെ പെട്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. യെസ്, ഓൾ ഇന്ത്യ കൗൺസിലിംഗ് എന്താ? നമ്മുടെ ഓൾ ഇന്ത്യ റാങ്കിനെ ബേസ് ചെയ്ത് നടക്കുന്ന അലോട്ട്മെന്റ് പ്രോസസ്സാണ്. എയിംസ് കോളേജുകളിലേക്ക്, ജിപ്പർ കോളേജുകളിലേക്ക്, ഡീംഡ് യൂണിവേഴ്സിറ്റി, ഡീംഡ് കോളേജുകളിലേക്ക്, ദെൻ കേരളം ഉൾപ്പെടെയുള്ള എല്ലാ സംസ്ഥാനങ്ങളുടെയും 15% ഗവൺമെന്റ് MBBS BDS സീറ്റുകൾ, ഇവിടേക്കൊക്കെ അലോട്ട്മെന്റ് പ്രോസസ്സ് നടക്കുക ഈ ഓൾ ഇന്ത്യ കൗൺസിലിംഗ് വഴിയാണ്. ഇനി കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് വരും അല്ലെ, നിലവിൽ വന്നിട്ടില്ല. ഈ കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റിന്റെ ബേസിൽ കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ, അത് ഗവൺമെൻറ് കോളേജുകളുടെ 85%, അതേപോലെ പ്രൈവറ്റ് കോളേജുകളിലേക്കും അലോട്ട്മെൻറ്റ് നടക്കുക ഈ സ്റ്റേറ്റ് കൗൺസിലിംഗ് വഴിയാണ്. കേരള മെഡിക്കൽ റാങ്ക് വന്നിട്ടാണ് ജൂലൈ 30 കൂടിയാണ് അലോട്ട്മെൻറ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. സ്കെഡ്യൂൾ അങ്ങനെയാണ് വന്നിരിക്കുന്നത് അല്ലേ. ദെൻ ചോയ്സ് ഫില്ലിങ്ങിലുള്ള വ്യത്യാസങ്ങൾ. മക്കളെ, നമ്മൾ ഓപ്ഷൻസ് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ഞാൻ പറയുകയാണ്. ഓക്കെ, ഓൾ ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രത്യേകത, ഓൾ ഇന്ത്യയുടെ ഒന്നാമത്തെ റൗണ്ടിൽ നിങ്ങൾ രജിസ്ട്രേഷൻ നടത്തുന്നു, ചോയ്സ് ഫില്ലിംഗ് നടത്തുന്നു. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ചോയ്സുകളും കൊടുക്കാം. അവിടെ എയിംസ് കോളേജുകളുണ്ട്, ജിപ്മർ കോളേജുകളുണ്ട്, ഡീംഡ് കോളേജുകളുണ്ട്, മറ്റ് എല്ലാ കേരളം ഉൾപ്പെടെയുള്ള എല്ലാ സംസ്ഥാനങ്ങളുടെയും 15% ഗവൺമെൻറ് സീറ്റുകളുണ്ട്, MBBSൻ്റെയും BDSൻ്റെയും സീറ്റുകളുണ്ട്. ഇതൊക്കെ പ്രയോറിറ്റി ബേസിൽ നിങ്ങൾ 1, 2, 3, 4 എന്നുള്ള ചോയ്സ് കൊടുക്കുന്നു. അതെങ്ങനെയാണെന്നുള്ളത് വേറൊരു വീഡിയോയിലൂടെ നമ്മൾ പറയും. എനിവേ, നിങ്ങൾക്ക് പറ്റുന്നത്ര മാക്സിമം ചോയ്സുകൾ നിങ്ങൾക്ക് നൽകാം. ഓൾ ഇന്ത്യയുടെ പ്രത്യേകത എന്താ? മാക്സിമം ചോയ്സുകൾ നിങ്ങൾക്ക് നൽകാം. കാരണം ഏത് കോളേജിൽ കിട്ടിയാലും ഫസ്റ്റ് റൗണ്ടിലാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ അവിടെ നിങ്ങൾ ജോയിൻ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇവിടെ ഫ്രീ എക്സിറ്റ് പോസിബിൾ ആണ്. കിട്ടുന്ന കോളേജ് നിങ്ങൾക്ക് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ ഫ്രീ എക്സിറ്റ് നടത്താം. ആ കോളേജിൽ ജോയിൻ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഈ ഫ്രീ എക്സിറ്റ് കേരളയിലുണ്ടോ? ഇല്ല. ഇത് ഓൾ ഇന്ത്യക്ക് മാത്രമുള്ളതാണ്. നമ്മുടെ കേരളത്തിൻ്റെ അലോട്ട്മെന്റ് പ്രോസസ്സിൽ ഈ ഫ്രീ എക്സിറ്റ് ഇല്ല. ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. കേരളത്തിൽ ഫ്രീ എക്സിറ്റ് ഇല്ല. അപ്പോൾ ഓൾ ഇന്ത്യയുടെ ആദ്യ റൗണ്ടിൽ മാത്രമാണ് ഫ്രീ എക്സിറ്റ് പോസിബിൾ ആയിരിക്കുന്നത്. സോ ആദ്യ റൗണ്ടിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ ഓപ്ഷൻസും കൊടുക്കാം. നിങ്ങളുടെ സാധ്യത നിങ്ങൾക്ക് മനസ്സിലാക്കാം. അത് മാത്രമല്ല, മറ്റൊരു പ്രത്യേകത, ഓൾ ഇന്ത്യയുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഫ്രീ എക്സിറ്റ് നടത്തി, നിങ്ങൾ ആദ്യത്തെ റൗണ്ടിൽ ജോയിൻ ചെയ്തില്ല, രണ്ടാമത്തെ റൗണ്ടിൽ ഫ്രഷ് ആയിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻസ് നൽകാം. ഓക്കെ മക്കളെ, ആ ഒരു വ്യത്യാസം മനസ്സിലാക്കണം. ഓൾ ഇന്ത്യയുടെ ആദ്യത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ ഫ്രീ എക്സിറ്റ് ഉണ്ട്. ഓക്കെ, ഞാൻ ഇങ്ങോട്ടേക്ക് എഴുതാം. ഓൾ ഇന്ത്യയുടെ പ്രത്യേകത അവിടെ ഫ്രീ എക്സിറ്റ് പോസിബിൾ ആണ്. ഒന്നാമത്തെ കാര്യം. ഏത് റൗണ്ടിൽ? ഫസ്റ്റ് റൗണ്ടിൽ. ജോയിൻ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, പൈസയൊക്കെ രജിസ്ട്രേഷൻ ഫീ ഒക്കെ തിരിച്ചു കിട്ടും. എന്നാൽ കേരളയിൽ എന്തില്ല? ഫ്രീ എക്സിറ്റ്. കേരളയിൽ ഫ്രീ എക്സിറ്റ് പോസിബിൾ അല്ല. ഓക്കെ, അതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഓൾ ഇന്ത്യയിൽ സെക്കൻഡ് റൗണ്ടിൽ പുതുതായിട്ട് ഫ്രഷ് ആയിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻസ് കൊടുക്കാം. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്താ? ഓൾ ഇന്ത്യയിൽ ഫ്രഷ് ആയിട്ട് റൗണ്ട് 2-ൽ ഓപ്ഷൻസ് കൊടുക്കാം. ഫ്രഷ് ഓപ്ഷൻസ് കൊടുക്കാം ഇൻ റൗണ്ട് 2. ഓക്കെ, ഇൻ റൗണ്ട് 2. എന്നാൽ കേരളയുടെ കേസ് അങ്ങനെയാണോ? കേരള അലോട്ട്മെന്റ് അങ്ങനെയാണോ? അല്ല. കേരള അലോട്ട്മെന്റിന്റെ പ്രത്യേകത, ഒരിക്കലും രണ്ടാമത്തെ റൗണ്ടിൽ ഫ്രഷ് ആയിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻസ് കൊടുക്കാൻ പറ്റില്ല. നിങ്ങൾ ആദ്യ അലോട്ട്മെന്റിന് മുൻപ് ഓപ്ഷൻസ് കൊടുത്ത സമയത്ത് നിങ്ങൾ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകൾ മാത്രം വെച്ചു. നിങ്ങൾ എന്ത് വെച്ചില്ല? പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകൾ വെച്ചില്ല. നിങ്ങൾ വിചാരിക്കുക റൗണ്ട് 2 എത്തട്ടെ. ഇത് എവിടുത്തെ കാര്യമാണ് പറയുന്നത്? കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് വന്ന് ആ മെഡിക്കൽ റാങ്ക് ലിസ്റ്റിൻ്റെ ബേസിൽ കേരള അലോട്ട്മെൻറ്റ് നടക്കും. ജൂലൈ 30 ശേഷമാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ആ ഒരു സ്ഥലത്ത്
കേരള അലോട്ട്മെന്റിൽ ആദ്യ റൗണ്ടിൽ നിങ്ങൾ വെക്കുന്ന ഓപ്ഷൻസ് മാത്രമേ എവിടേക്ക് പരിഗണിക്കത്തുള്ളൂ? റൗണ്ട് 2ലേക്കും പരിഗണിക്കൂ. ക്ലിയർ അല്ലേ? ഫ്രഷ് ആയിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻസ് കൊടുക്കാൻ പറ്റില്ല. ആദ്യ റൗണ്ടിൽ നിങ്ങൾ പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് വെച്ചില്ല, നിങ്ങൾ കരുതി രണ്ടാമത്തെ റൗണ്ടിൽ വെക്കാം. ആദ്യത്തേതിൽ എനിക്ക് ഗവൺമെൻറ് കിട്ടുമോ എന്ന് ചെക്ക് ചെയ്യാം, രണ്ടാമത്തേത് കിട്ടിയില്ലെങ്കിൽ വെക്കാം. പറ്റുമോ? ഇല്ല. ഫ്രഷ് ആയിട്ട് കൊടുക്കാൻ പറ്റില്ല. ഫ്രഷ് ആയിട്ട് കൊടുക്കണമെങ്കിൽ അവിടെ ഒരേ ഒരു വഴിയേ ഉള്ളൂ. MBBSനും BDSനും പുതിയ കോളേജ് എന്തെങ്കിലും ആഡ് ചെയ്യുക, പുതിയ സീറ്റ് എന്തെങ്കിലും ആഡ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ പുതിയ ഓപ്ഷൻസ് കൊടുക്കാൻ പറ്റൂ. അല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ ഫസ്റ്റ് റൗണ്ടിൽ നിങ്ങൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, കാലിക്കറ്റ് മെഡിക്കൽ കോളേജ്, തൃശ്ശൂർ മെഡിക്കൽ കോളേജ്, ഗവൺമെൻറ് മൊത്തം വെച്ചു. ഓക്കെ, നിങ്ങൾ ഒരു പ്രൈവറ്റും കൊടുത്തില്ല, ആദ്യത്തെ അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടിയില്ല. അപ്പോൾ നിങ്ങൾ സെക്കൻഡിൽ വിചാരിക്കുക എന്നാൽ പിന്നെ ഞാൻ പ്രൈവറ്റും കൂടി ആഡ് ചെയ്തേക്കാം, നടക്കുമോ? ഇല്ല. കേരളത്തിൽ അതിനുള്ള പോസിബിലിറ്റി ഇല്ല. ഓക്കെ അല്ലേ മക്കളെ? കേരളത്തിൽ ആദ്യ റൗണ്ടിൽ തന്നെ നിങ്ങൾക്ക് മാക്സിമം ഓപ്ഷൻസ് കൊടുത്തേ പറ്റൂ, അല്ലാണ്ട് പോസിബിലിറ്റി ഇല്ല. ഇനി മാക്സിമം ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ അവിടെയും ഒരു പ്രശ്നമുണ്ട്. എന്താ? നിങ്ങൾ ആവശ്യമില്ലാത്ത കോളേജുകളൊക്കെ കൊടുത്തു, പക്ഷെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ എവിടെ കിട്ടിയാലും അവിടെ നിങ്ങൾ ജോയിൻ ചെയ്യണം. ഇവിടെ എന്തില്ല? നോ ഫ്രീ എക്സിറ്റ് ഇസ് പോസിബിൾ. ഓക്കെ, ഫ്രീ എക്സിറ്റ് ഈസ് നോട്ട് പോസിബിൾ. അവിടെ ഫ്രീ എക്സിറ്റ് നിങ്ങൾക്ക് സാധ്യമല്ല. ആദ്യ റൗണ്ടിൽ നിങ്ങൾക്ക് ഏത് കോളേജാണോ കിട്ടുന്നത് കറക്റ്റ് ടൈമിനുള്ളിൽ നിങ്ങൾ ആ കോളേജിൽ ജോയിൻ ചെയ്തേ പറ്റൂ. അല്ലാത്ത പക്ഷം നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിലും തേർഡ് അലോട്ട്മെൻറ്റിലും കൺസിഡർ ചെയ്യില്ല. അപ്പോൾ ഓൾ ഇന്ത്യയും കേരളയും അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരേപോലെയാണ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് എന്ന് കരുതരുത്. ഓൾ ഇന്ത്യയിൽ നിങ്ങൾക്ക് മാക്സിമം കോളേജ് നൽകാം. നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ പോലും അവിടെ ഇഷ്ടമില്ലെങ്കിൽ ഓൾ ഇന്ത്യയിൽ ഫ്രീ എക്സിറ്റ് നടത്താം. എന്നാൽ കേരളയിൽ ഫ്രീ എക്സിറ്റ് സാധ്യമല്ല, കിട്ടുന്ന കോളേജിൽ ജോയിൻ ചെയ്യണം. ഓൾ ഇന്ത്യയിൽ രണ്ടാമത്തെ റൗണ്ടിൽ റൗണ്ട് 2ൽ ഫ്രഷ് ആയിട്ട് നിങ്ങൾക്ക് പുതിയ ഓപ്ഷൻസ് കൊടുക്കാം, ഫ്രഷ് ഓപ്ഷൻസ് കൊടുക്കാം. പക്ഷേ കേരളയിൽ ഫ്രഷ് ഓപ്ഷൻസ് കൊടുക്കുക സാധ്യമല്ല. ഈ രണ്ട് കാര്യങ്ങളും കേരളത്തിൻ്റെത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ആദ്യത്തെ റൗണ്ടിൽ തന്നെ പ്രൈവറ്റ് ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം പ്രൈവറ്റ് കോളേജസ് നിങ്ങൾക്ക് കൊടുക്കാം. അല്ല സെക്കൻഡ് റൗണ്ടിൽ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ നടക്കുമോ? നടക്കത്തില്ല. എവിടെ? കേരളത്തിൽ നടക്കത്തില്ല. യെസ്, ഓക്കെ അല്ലേ? ആൻഡ് ഓൾ ഇന്ത്യയിൽ വേണേൽ ആദ്യത്തെ റൗണ്ടിൽ തന്നെ ഡീംഡ് കൊടുക്കാം. ഡീംഡ് കൊടുത്താൽ രജിസ്ട്രേഷൻ ഫീസൊക്കെ കൂടുതലാകും. അവിടെ ജോയിൻ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ഫ്രീ എക്സിറ്റ് നടത്താം. റൗണ്ട് 2 അങ്ങനെയല്ല, അവിടെ ഫ്രീ എക്സിറ്റും കാര്യങ്ങളും ഒന്നുമില്ല. റൗണ്ട് 2 വളരെ ശ്രദ്ധിച്ച് തന്നെ ഓൾ ഇന്ത്യ കൊടുക്കുക. ഓൾ ഇന്ത്യയുടെ പ്രത്യേകത എല്ലാ റൗണ്ടിലും ഫ്രഷ് ചോയ്സ് കൊടുക്കാൻ പറ്റും. റൗണ്ട് 1ലും 2ലും 3ലും ഫ്രഷ് ആയിട്ട് ചോയ്സ് കൊടുക്കാൻ പറ്റും. ചോയ്സ് ലോക്കിങ്, ചോയ്സ് ഫില്ലിങ്ങും ലോക്കിങ്ങും എല്ലാ റൗണ്ടിലും പോസിബിളാണ്. കേരളത്തിൽ റൗണ്ട് 1ൽ കൊടുക്കുന്നത് തന്നെയാണ് 2ലും 3ലും കൺസിഡർ ചെയ്യുക. അതേപോലെ കേരളത്തിൽ ആദ്യ റൗണ്ടിൽ ഫ്രീ എക്സിറ്റ് ഇല്ല, ഓൾ ഇന്ത്യയിൽ ആദ്യ റൗണ്ടിൽ ഫ്രീ എക്സിറ്റ് ഉണ്ട്. ഈ കാര്യം മനസ്സിലാക്കിയ ശേഷം മാത്രം വളരെ കൃത്യമായിട്ട് ചോയ്സ് ഫില്ലിംഗ് നടത്തുക. ഓക്കെ, അപ്പോൾ അടിപൊളിയായിട്ട് കെയർഫുൾ ആയിട്ട് ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്. ബൈ.